ഇഞ്ചോടിജിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഇഞ്ചോടിജി പ്രോഗ്രാമിൽ കുറച്ച് മത്സരാർത്ഥികളെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവരെ ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, എന്താ പേര്? സന്ദീപ്. എവിടെ സ്ഥലം? പേയാട്. വർക്ക് ചെയ്യുന്നു? എന്താ? ഒമാനില്ല. ഇപ്പൊ നാട്ടിൽ വന്നാണ്? വന്നിട്ട് കറങ്ങാൻ വന്നതല്ലേ ഫാമിലി? ആശ. സ്ഥലം? സ്ഥലം ഇവിടെ തന്നെ. ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നു? ഞാൻ കിളിമാനൂർ സ്കൂൾ ടീച്ചറാണ്. ടീച്ചറാണ്? വെരി ഗുഡ്. എന്റെ പേര് ശോഭന. എന്ത് ചെയ്യുന്നു? ഇല്ല, ഹൗസ് വൈഫ്. വെറുതെ ഇങ്ങനെ പോകുന്നു. ഇതാരാ? അമ്മായിയമ്മയാണ്. രണ്ടുപേരുടെ ഫേസ് ഒരുപോലെ ശ്രദ്ധിച്ചായിരുന്നു. എന്താ അവന്റെ പേര്? സിദ്ധാർത്ഥ്. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു? ഫസ്റ്റ് സി. വെരി ഗുഡ്. സ്വാതി. സെവന്തില്. സ്ഥലം? എല്ലാവരും ഒരു സ്ഥലത്താണ്. ഓക്കെ, അപ്പോൾ ഒരു ഫാമിലി, ഒരു വീട്ടിലെ താമസിക്കുന്ന ഒരു ഫാമിലിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്താണ് പ്രോഗ്രാമിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് രസകരമായ ആൻസറാണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. മനസ്സിൽ എന്ത് ആൻസർ ഉണ്ടെങ്കിലും മനസ്സിൽ വെച്ചേക്കരുത്, പറയണം. 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയാൻ ശ്രമിക്കുക. 20 സെക്കൻഡ് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഏത് ആൻസർ ആണെങ്കിലും പറയാം. ശരി ഉത്തരം സെലക്ട് ചെയ്ത് പോയിന്റ് കൊടുക്കും. ആരാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയവരാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന്റെ വിജയമായി പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: എന്റെ തോട്ടത്തിലെ പൂക്കൾ എണ്ണീറ്റും തീരുന്നില്ല. എന്താണ്? തോട്ടം കുസൃതി ചോദ്യമല്ലേ? നക്ഷത്രങ്ങൾ കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ ടീച്ചറാണ് ആൻസർ പറഞ്ഞേക്കുന്നത്. ടീച്ചറിന് ഇപ്പൊ നല്ലൊരു ക്ലാപ്പ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഉറങ്ങും പക്ഷേ കണ്ണടക്കില്ല. എന്താണ്? ഉറങ്ങും പക്ഷേ കണ്ണടക്കില്ല. നമ്മളെ കഴിക്കാറുള്ള ഒരു സാധനമാണ്. മുട്ടല്ല, ഉറങ്ങും. ജീവനുള്ള മത്സ്യം കറക്റ്റ് ആൻസർ. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസറും കിട്ടിയിരിക്കുന്നു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: നൂലിലേറി വാല് നീട്ടി മാനം നോക്കി പാറയിടും കോമാളി പയ്യൻ ആരാണ്? പട്ടം. ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചു തീർന്നില്ല, അതിന് മുന്നേ എനിക്കിവിടെ ആൻസർ കിട്ടി. ഇതാണ് ടീച്ചർമാരുടെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അല്ലേ? പാട്ട് പാടോ? ഇല്ല, ഒരു പാട്ട്. 1ാം ക്ലാസ്സിൽ പഠിച്ച ഏതെങ്കിലും ഒരു പാട്ട് പാടോ? പഠിച്ചോ, പാടിക്കാം. മഞ്ഞിൽ പുതപ്പ് മൂടും രാവിലെങ്ങോ ഒരു കുഞ്ഞിൻ കരച്ചിൽ കേട്ടു വാനമേഘം. ദേവദൂത പറന്നിറങ്ങി പാടിരത്തിൽ ദൈവപുത്രൻ മഞ്ഞിൽ പൂജാതനായി. അടിപൊളി, സൂപ്പർ. 1ാം ക്ലാസ്സിലല്ലേ ആയുള്ളൂ, എങ്കിലും പാടിയില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 4ാമത്തെ ക്വസ്റ്റ്യൻ: തൊട്ടാൽ ഉറങ്ങും തോപ്പിലെ കുഞ്ഞൻ ആരാണ്? തൊട്ടാവാടി. അടുത്ത ക്വസ്റ്റ്യനും ഇവിടെ അമ്മ ഇവിടെ ആൻസർ തന്നായിരുന്നു, പക്ഷെ ഇച്ചിരി താമസിച്ചു പോയി, ഒരു സെക്കൻഡ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5ാമത്തെ ക്വസ്റ്റ്യൻ: നേരം നോക്കി നിൽപ്പ് മാറ്റും ബിരുദൻ ആരാണ്? ക്ലോക്ക് അല്ല, നിൽപ്പ് മാറ്റുന്ന ബിരുദൻ. നേരം നോക്കി നിൽപ്പ് മാറ്റും നിഴൽ. കറക്റ്റ് ആൻസർ. 4 ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടി. ഒറ്റയ്ക്ക് മത്സരിച്ചാൽ മതിയായിരുന്നു. 4 ക്വസ്റ്റ്യന്റെ ആൻസറായി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 6ാമത്തെ ക്വസ്റ്റ്യൻ: കാലില്ല ജീവനില്ല ഞാനില്ലെങ്കിൽ നിങ്ങളില്ല. കാലില്ല ജീവനില്ല, പക്ഷെ ഞാനില്ലെങ്കിൽ നിങ്ങളില്ല. എന്താണ്? നിഴൽ അല്ല, എല്ലാ സ്ഥലത്തും ഉണ്ട്. കാലില്ല ജീവനില്ല ഞാനില്ലെങ്കിൽ നിങ്ങളില്ല. ആ ഒരു സാധനം ഇല്ലെങ്കിൽ നമ്മൾ അപ്പോഴേ ഫ്ലാഷ്. എന്താണ്? ശ്വാസം കറക്റ്റ് ആൻസർ ആണ്. വായുവെന്നും വേണമെങ്കിലും പറയാം. ഓക്കെ, അപ്പോൾ ശ്വാസം. ഇവിടെ അമ്മയാണ് ആൻസർ പറഞ്ഞേക്കുന്നത്. നല്ലൊരു ക്ലാസ്. ഇതിൽ അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള പോരാട്ടം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വേണ്ട, എനിക്ക് അടിയിടാൻ വയ്യ, എനിക്കൊന്നും കാണാനുള്ള കഴിപ്പില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 7ാമത്തെ ക്വസ്റ്റ്യൻ: കൈയില്ല കാലില്ല നീന്തുന്നുണ്ട് കൊമ്പുണ്ട് പക്ഷെ കുത്തില്ല. കൈയില്ല അല്ല, മീനൊക്കെ കിടക്കുന്ന സ്ഥലത്തൊക്കെ കാണും. കൈയില്ല കാലില്ല നീന്തുന്നുണ്ട് കൊമ്പുണ്ട് പക്ഷെ കുത്തില്ല. വെള്ളം. കറക്റ്റ് ആൻസർ. ചേട്ടൻ ആൻസർ പറഞ്ഞു. അടിപൊളി. അപ്പോൾ നല്ലൊരു ക്ലാപ്പ്, ഒരു പ്രോത്സാഹന
കയ്യടി. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ പോകാം. 8ാമത്തെ ക്വസ്റ്റ്യൻ. മുഖമില്ലാത്ത അപ്പൂപ്പന്റെ താടി പറന്ന് എന്താണ്? അപ്പൂപ്പൻ താടി. ഇത് ഇവിടെ പറഞ്ഞു. ആദ്യം കേട്ടപ്പോഴേ ആൻസർ പറഞ്ഞു. അപ്പൊ 2 ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കും ഓരോ ക്വസ്റ്റ്യൻ എന്തായിരിക്കും. മരുമകളെ തോൽപ്പിക്കാൻ വേണ്ടി അങ്ങനെ ആൾ ജയിച്ചു കൂടെ, ഞാൻ തന്നെ ജയിക്കുന്നില്ല, ഞാൻ അടി ഉണ്ടാക്കും അല്ലെങ്കിൽ ഇവരെന്നെ അടിച്ചു കൊല്ലും. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മണിമാല ധരിച്ച 1000 കണ്ണൻ വിശ്വരൂപം എടുത്ത് കടലിൽ ചാടി 1000 പേരെ അകത്താക്കി. എന്താണ്? കടലിൽ ചാടുന്ന എന്താണ് 1000 കണ്ണുള്ള? വല. വല. കറക്റ്റ് ആൻസർ. മീൻ വല കറക്റ്റ് ആൻസർ ആണ്. ടീച്ചർ നോക്കിയിട്ട് പോലും ആൻസർ കിട്ടാത്ത ചേട്ടൻ പറഞ്ഞു. അറിയാമായിരുന്നു, ചേട്ടൻ വിചാരിച്ചു. അടുത്ത ഇനി ഒരൊറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മഴയത്തും വെയിലത്തും ആശ്വാസദായകൻ 8 കുട്ടപ്പൻ ആരാണ്? കുട. കറക്റ്റ് ആൻസർ. അപ്പോൾ ഇവിടെ 5 ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞു. എന്തായിരുന്നു പേര്? ആശ. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയി നമ്മുടെ ആശ ടീച്ചറാണ്. ആശ ടീച്ചർക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെറിയൊരു സ്നേഹോപകാരം നൽകുന്നതിന് വേണ്ടി VMTV ന്യൂസിന്റെ റിപ്പോർട്ടറായ അനുജയെ ക്ഷണിച്ചു കൊടുക്കുന്നു. ക്ലാപ്പ്. എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം? അടിപൊളി. എവിടെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. പക്ഷെ അങ്ങനെ പഠിക്കാമല്ലോ പലത്, ആരെങ്കിലും പറ്റിക്കാമല്ലോ. പ്രോഗ്രാം ഇഷ്ടപ്പെട്ടോ? ഒരു പാട്ടോടെ പാടണോ? വേണ്ട. കൊള്ളായിരുന്നു. നന്നായിരുന്നു. ഒരു അനക്കം ഇല്ലായിരുന്നു. അവിടെ നിന്ന് ഒരു അനക്കം വന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.